ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കി, ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. അപ്പോൾ അത് ഓപ്ഷനിൽ ആറുണ്ട്, അതുപോലെ വേറുണ്ട്, വാസുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. നോക്കി നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ് മക്കളെ, ഇവിടെ നമ്മൾ ബാറ്റ്സ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് കരുതുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കും, ഏതെങ്കിലും പ്ലൂറൽ എഴുതും. കാരണം ബാറ്റിന്റെ പ്ലൂറലാണ് ബാറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ആർ അല്ലെങ്കിൽ വേറെ അവിടെ എഴുതും. പക്ഷെ അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയുന്ന വാക്കാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണുകൾ സിംഗുലാർ ആണ്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അൺകൗണ്ടബിൾ നൗണുകൾ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാർ വരുന്നു. അവിടെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദ ക്വാളിറ്റി ആണ്, ബാറ്റ്സ് അല്ല ദ ക്വാളിറ്റി. അതുകൊണ്ടാണ് അവിടെ വാസ് അവിടെ ഉത്തരമായിട്ട് വന്നത്, മറക്കരുത്. അപ്പം നമുക്ക് അൺകൗണ്ടബിൾ നൗണുകൾ കഴിഞ്ഞിട്ട് വരുന്ന ഉത്തരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം, സിംഗുലാർ വെർബുകളായിരിക്കണം. അല്ലെങ്കിൽ സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്കുകളാണ് സബ്ജക്റ്റ്. അതിനനുസരിച്ച് വേണം എപ്പോഴും എന്ത് എഴുതാൻ, വെർബ് എഴുതാൻ. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് നോക്കിയാണ് ലിറ്റിൽ എന്ന് പറയുന്ന വാക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ലിറ്റിൽ വരുന്ന സെന്റൻസുകളിൽ നമുക്ക് എന്ത് ടാഗിൽ എടുക്കണം, ലിറ്റിൽ വരുന്ന സെന്റൻസുകളിൽ ഇറ്റ് ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് ഇടണം. ഇനി ലിറ്റിൽ എന്ന് പറയുന്നത് എന്ത് വേർഡാണ്, നെഗറ്റീവ് വേർഡാണ്. അപ്പൊ നമ്മൾ എന്ത് ടാഗ് ചെയ്യണം, പോസിറ്റീവ് ടാഗ് ചെയ്യണം. അവിടെ ഓക്സിലറി വെർബ് ഹാസ് കിടപ്പുണ്ട് അല്ലേ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ഇറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ഇറ്റ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. പഠിക്കുക, ലിറ്റില് അല്ലെങ്കിൽ ഫ്യൂ, ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസുകളിൽ പോസിറ്റീവ് ടാഗാണ് എഴുതേണ്ടത്. ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസിൽ പോസിറ്റീവ് ടാഗാണ് എഴുതേണ്ടത്. ഇനി എ ലിറ്റില് അതുപോലെ എ ഫ്യൂ വരുന്ന സെന്റൻസുകൾ പോസിറ്റീവ് സെന്റൻസ് ആണ്. എ ഫ്യൂ വരുന്ന സെന്റൻസുകൾ പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ദാ ലിറ്റില് ദാ ഫ്യൂ വരുന്ന സെന്റൻസുകൾ വരുന്ന സെന്റൻസും പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓർമ്മയിലിരിക്കുക, എ ലിറ്റിൽ ഫ്യൂ വരുന്ന സെന്റൻസ് നെഗറ്റീവ്, എ ലിറ്റിൽ എ ഫ്യൂ, ദാ ലിറ്റിൽ ദാ ഫ്യൂ എന്നാൽ പോസിറ്റീവ് ആണ്. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിലെ ലിറ്റില് അതുപോലെ എ ലിറ്റില് സംതിങ് അതുപോലെ എനിത്തിങ് അതുപോലെ നത്തിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ് അതുപോലെ ഇൻഫാന്റ് അതുപോലെ ചൈൽഡ്, നെയിം ഓഫ് തിങ് വസ്തുക്കളുടെ പേര്, നെയിം ഓഫ് കൺട്രി രാജ്യങ്ങളുടെ പേര്. എന്തൊക്കെ പറഞ്ഞു, ലിറ്റില്, എ ലിറ്റില്, അതുപോലെ വരുന്ന ഒരു വേറൊരു വാക്കാണ് ദിസ്, ദാറ്റ്. വാക്കുകൾ പറഞ്ഞേ, ലിറ്റിൽ, എ ലിറ്റിൽ, ദിസ്, ദാറ്റ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, എവരിത്തിങ്, ഇൻഫാന്റ്, ചൈൽഡ്, നെയിം ഓഫ് തിങ്, നെയിം ഓഫ് കൺട്രി രാജ്യങ്ങളുടെ പേര്, വസ്തുക്കളുടെ പേര്. ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ ടാഗിൽ ഇവയ്ക്ക് പകരം ഇറ്റ് എടുക്കണം. ടാഗിൽ എന്തെടുക്കണം, ഇറ്റ് വെച്ച് ടാഗ് ചെയ്യണം, മറക്കരുത്. അപ്പൊ ലിറ്റിൽ വരെ നമുക്ക് ഇറ്റ് വെച്ച് ടാഗ് ചെയ്യാം. ലിറ്റിൽ നെഗറ്റീവ് വേർഡാണ്, ഹാസോടെ ഓക്സിലറി ആണ്. അപ്പൊ നമുക്ക് ഉത്തരം ഹാസ് ഇറ്റ്. അടുത്ത ചോദ്യം നോക്കി, ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ദായുണ്ട്, ആൻ ഉണ്ട്, എ ഉണ്ട്, അറ്റ് ഉണ്ട്. അപ്പൊ നോക്കിയേ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സാധാരണ അബ്സ്ട്രാക്റ്റ് നൗണുകൾക്ക് മുന്നിൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമം, അവസ്ഥയില്ലാത്ത രൂപങ്ങളില്ലാത്ത നാമങ്ങൾ. അവയ്ക്ക് മുന്നിൽ നോ ആർട്ടിക്കിൾ ആണ്. അവയ്ക്ക് മുന്നിൽ എന്ത് കാരണം, നോ ആർട്ടിക്കിൾ. ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. സത്യത്തിൽ നോ ആർട്ടിക്കിൾ ആണ് വരേണ്ടത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. നമുക്കിവിടെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കാം. ഇനി ഒരു കാര്യം നമ്മൾ പഠിച്ചതാണ്, അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബായിട്ട് വന്നു കഴിഞ്ഞാൽ
അഡ്ജക്റ്റീവ് ആഡ് വെർബുകൾ ആയിട്ട് വരികയാണെങ്കിൽ ദാ ചേർത്തിട്ട് പറയാം. പഠിച്ചതാണ്. അഡ്ജക്റ്റീവ് ആഡ് വെർബുകൾക്ക് മുന്നിൽ അഡ്ജക്റ്റീവ് ആഡ് വെർബ് ആ വർഗത്തെ മുഴുവനായി സൂചിപ്പിച്ച് പറഞ്ഞാൽ ദാ ചേർത്തിട്ട് പറയാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിലും നമുക്ക് എന്ത് ചേർക്കാം? ദാ ചേർക്കാം. എടുത്തു പറഞ്ഞാലും ദാ ചേർക്കാം. ഇവിടെ നോക്കിയാണ്ടോ, ചിൽഡ്രൻ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ദ ബ്യൂട്ടി, ദായാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദ ബ്യൂട്ടി. ഒരു കാര്യം എടുത്തു പറയുന്നു, ഒരു അഡ്ജക്റ്റീവ് നേച്ചറിന്റെ വിശേഷണമായിട്ടാണ് ബ്യൂട്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദാ ചേർത്തിട്ട് പറയാം. അബ്സ്ട്രാക്റ്റ് നൗണുകൾ സാധാരണ നമ്മൾ പറയുമ്പോൾ അബ്സ്ട്രാക്റ്റ് നൗണുകൾ കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങളാണ് അബ്സ്ട്രാക്റ്റ്. അവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കരുത്. സിംഗിൾ മൗണ്ടെയിൻ, അതുപോലെ സിംഗിൾ മൗണ്ടെയിൻ, അതുപോലെ സിംഗിൾ ഐലൻഡ്, സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡുകൾക്ക് മുന്നിൽ നമ്മൾ എന്ത് വേണ്ട? ആർട്ടിക്കിൾ വേണ്ട. നോ ആർട്ടിക്കിൾ ആണ്. നോ ആർട്ടിക്കിൾ. സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. വ്യക്തികളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ മിസ്റ്റർ എന്നോ മിസ്സിസ് എന്നോ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞാൽ എ ചേർത്ത് പറഞ്ഞു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ എ ചേർത്ത് പറഞ്ഞു. മറക്കരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കണം. കായിക വിനോദങ്ങളുടെ പേരിന് മുന്നിൽ, ഗെയിമുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ ഇവയ്ക്ക് മുന്നിൽ നോ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഓക്കെ. ഫെസ്റ്റിവൽസിന്റെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഒരു ആർട്ടിക്കിളും ചേർക്കരുത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. I dash for 2 hours. I am now tired. കണ്ടല്ലോ. I dash for 2 hours. I am now tired. തന്നിരിക്കുന്ന ചോദ്യത്തിൽ had been working ഉണ്ട്, will be working ഉണ്ട്, will have worked ഉണ്ട്, have been working ഉണ്ട്. നമുക്ക് ഏത് ഉത്തരം വരുന്നു? ഇതിലൊന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ട് കാര്യം. ഒന്ന് നോക്കിയേ, ഇവിടെ ഹാഡ് ബീൻ വർക്കിംഗ് ഉത്തരമായിട്ട് വരാം. കാരണം സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകൾ നമ്മൾ പഠിച്ചതായിരുന്നു. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരമായിട്ട് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ അല്ലെങ്കിൽ വിൽ ഹാവ് ബീൻ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വരണം? ING വരുന്ന രൂപങ്ങൾ. ഹാവ് ബീൻ പ്ലസ് ING പറയാം, ഹാസ് ബീൻ പ്ലസ് ING പറയാം, ഹാഡ് ബീൻ പ്ലസ് ING പറയാം, വിൽ ഹാവ് ബീൻ പ്ലസ് ING പറയാം. പ്രത്യേകതയുണ്ട്. സിൻസ് ഫോർ വരുന്ന സെന്റൻസുകളിൽ സാധാരണ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ആണ് വരേണ്ടത്. ഇനി സിൻസ് ഫോർ വരുന്ന സെന്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് എന്നോ ദോസ് എന്നോ അങ്ങനെ ഏതെങ്കിലും വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING എഴുതുക. സിൻസ് ഫോർ വരുന്ന സെന്റൻസുകളിൽ ടുമോറോ എന്നോ നെക്സ്റ്റ് എന്നോ ഒക്കെയുള്ള വാക്കുകൾ, ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരം വേണ്ടതാണ്. ഇവിടെ നോക്കണോ, ഇവിടെ നമുക്ക് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കും വന്നിട്ടില്ല, അതുപോലെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്കും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് മറുഭാഗത്ത് ആം പ്ലസ് ING ഉണ്ട്. ആം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആം വരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനോടൊപ്പം എന്തെങ്കിലും ഒരു സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനോടൊപ്പം പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓപ്ഷനെ ചേരുള്ളൂ. പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാവ് ബീൻ പ്ലസ് ING ഓപ്ഷനിലുള്ളൂ. പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണ്. രണ്ടാമത്തതും മൂന്നാമത്തതും ഫ്യൂച്ചർ ആണ്. അടുത്ത ചോദ്യം നോക്കിയാണ് മക്കളെ. വാട്ട് ഈസ് ദ ആക്റ്റീവ് ഫോം ഓഫ് ദ ക്രിമിനൽസ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്? അതായത് തന്നിരിക്കുന്ന ഒരു പാസീവ് സെന്റൻസ് ആണ്. ഇതിന്റെ ആക്റ്റീവ് ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാണ്ടോ, ഇതിൽ ആക്റ്റീവ് ഫോം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും അവസാനം കിടക്കുന്ന വാക്കാണ്, ബൈ ചേർത്ത് കിടക്കുന്ന വാക്കാണ് സബ്ജക്റ്റ്. അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാം, ദ പോലീസ്. ഓക്കെ, എല്ലാത്തിലും ദ പോലീസിനാണ് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നോക്കിയാണ്, വാസ് അറസ്റ്റഡ് എന്നാണ് കിടക്കുന്നത്. വാസ് കഴിഞ്ഞിട്ട് V3 വരുന്നു. വാസ് കഴിഞ്ഞിട്ട് V3 വരണമെങ്കിൽ
ഏതായിരിക്കും നമ്മൾ ഏത് വരുന്ന ടെൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഏത് വരുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ പഠിച്ചതാണ്. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് പറയാൻ പറഞ്ഞ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് V3, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. ഇതാണ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസുകളുടെ പാസീവ് വോയിസ് ആണ്. അപ്പൊ നമുക്ക് വാസ് ഓർ വെയർ കഴിഞ്ഞ് V3 ആണ് വരുന്നത്, കണ്ടല്ലോ. അപ്പൊ ഇവിടെ വാസ് കഴിഞ്ഞിട്ട് V3 അല്ലേ കിടക്കുന്ന ചോദ്യത്തിൽ. അപ്പോൾ നമുക്ക് അത് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് ഉണ്ടാകും. നോക്കണം, ദ പോലീസ് കഴിഞ്ഞിട്ട് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ്. നമുക്ക് ഒന്നാമത്തേൽ ദ ക്രിമിനൽസ് ആണ്, വരില്ല. ഇതിലും ദ ക്രിമിനൽസ് ആണ്, വരില്ല. അല്ലെങ്കിൽ ദ പോലീസ് എന്ന ഓപ്ഷൻ കണ്ടെത്തിയാലേ നമുക്ക് മതി, ഒബ്ജക്റ്റ് എടുത്ത് എഴുതിയാലേ മതി. അതേപോലെ ഇവിടെയും ദ ക്രിമിനൽസ് ആണ് ഡി ഓപ്ഷൻ, പോലീസ് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, സി ഓപ്ഷൻ. നമ്മൾ ഒബ്ജക്റ്റ് മാത്രം എഴുതിയാലേ ഉത്തരം കിട്ടിയുണ്ട്. ബാക്കിയെല്ലാം എന്ത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു? നമ്മൾ കിടക്കുന്നത് ക്രിമിനൽസിനാണ്. നമുക്ക് സബ്ജക്റ്റ് ഏതാണ്? ഏറ്റവും അവസാനം കിടക്കുന്ന വാക്കാണ് സബ്ജക്റ്റ്, അത് ആദ്യം എഴുതണം. സബ്ജക്റ്റ് ആദ്യം എഴുതണം. അത് പോലീസ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ദ പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽസ്, അറസ്റ്റഡ് V2 ആണ്, കണ്ടോ V2. അടുത്ത ചോദ്യം നോക്കിയേ, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിന് ശരിയായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം സുപ്പീരിയർ ദാൻ ഹിം, ഐ ആം സുപ്പീരിയർ ദാൻ ഹി, ഐ ആം സുപ്പീരിയർ ടു ഹിം, ഐ ആം മോർ സുപ്പീരിയർ ടു ഹിം. ഏത് വരുന്നു കുട്ടികളെ? ഉത്തരം പറഞ്ഞു നോക്ക്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ്? പഠിച്ചതാണ് സുപ്പീരിയർ, സുപ്പീരിയർ, അതുപോലെ ആൻറ്റീരിയർ, ആൻറ്റീരിയർ, അതുപോലെ പോസ്റ്റീരിയർ, പോസ്റ്റീരിയർ, അതുപോലെ എന്ത് ചെയ്യുന്നു? എൽഡർ, പ്രിഫർ, ജൂനിയർ, അതുപോലെ സീനിയർ. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർക്കുക? ടു ചേർത്ത് പറയുക. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർക്കുക. നോക്കടോ, സുപ്പീരിയർ കഴിഞ്ഞിട്ട് ദാനാണ് എടുക്കുന്നവരില്ല. ഇവിടെയും ദാനാണ്, ഇവിടെ ടു വന്നിട്ടുണ്ട്, ഇവിടെയും ടു വന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, സുപ്പീരിയറിന് മുന്നിൽ മോർ കിടക്കുന്നു, മോർ വരില്ല. കാരണം സുപ്പീരിയർ എന്ന് പറയുന്നതേ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കിയേ, എ പോയം ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. അപ്പോൾ അത് നമ്മുടെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്? നമ്മളെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അഡ്രസ്സ് ചെയ്ത് ഒരാളെ എടുത്തു പറഞ്ഞ അല്ലെങ്കിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞ് പറയുന്ന കവിതകൾക്ക് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൊണറ്റ് ഉണ്ട്, ഡ്രമാറ്റിക് മൊണോലോഗ് ഉണ്ട്, അതുപോലെ ഓടുണ്ട്, ലല്ലബി ഉണ്ട്. ഏത് വരുന്ന നോക്കില്ലേ? നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഓടാണ്. ഇംഗ്ലീഷിൽ കവിതകൾ പലതരമുണ്ട് കേട്ടോ. പൊയംസ്, പലതരം പോയംസ് ഉണ്ട്. എന്ത് ചെയ്യും? ഒന്നാമത്തതാണ് സോണറ്റ്, സൊണറ്റുകളുണ്ട്. സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 വരികളുള്ള കവിതകൾക്ക് പറയുന്ന പേരാണ് സോണറ്റ് കേട്ടോ. വരികളുള്ള കവിതകളാണ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത് മോണോലോഗ്, അതായത് ഒരാൾ മാത്രം പറയുന്ന, അല്ലെങ്കിൽ മോണോലോഗ് മീൻസ് ഒരാൾ മാത്രം സംസാരിക്കുന്ന, മറ്റുള്ളവർ കേട്ടിരിക്കുന്ന കവിതകൾക്ക് പറയുന്ന പേരാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം, നമ്മൾ മുത്തശ്ശി കഥയൊക്കെ പറയില്ലേ, അവർ മാത്രം സംസാരിക്കുന്നു, ബാക്കിയുള്ളവർ കേട്ടിരിക്കുന്നു. മോണോലോഗ്, അങ്ങനെയുള്ള കവിതകൾക്ക് പറയുന്ന പേരാണ് ഡ്രമാറ്റിക് മോണോലോഗ്. ഓടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എടുത്തു പറഞ്ഞ് അഡ്രസ്സ് ചെയ്ത് പറയുന്ന, കഥ പോലെ പറയുന്ന കവിതകൾക്ക് പറയുന്ന പേരാണ് ഓട്. ലല്ലബി എന്ന് പറഞ്ഞാലോ, ലല്ലബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരാട്ട് പാട്ടുകൾക്ക് പറയുന്ന ഇംഗ്ലീഷ് പേരാണ് ലല്ലബി എന്ന് പറയുന്നത്. ബാലഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ബാലഡ് എന്ന് പറഞ്ഞാൽ കഥ, ഒരാളുടെ ധീരതയെ കുറിക്കുന്ന കവിതകൾക്ക്, ഒരു കാര്യത്തിന്റെ ധീരതയെ കുറിക്കുന്ന കവിതകൾക്ക് പറയുന്ന പേരാണ് ബാലഡ്. അതുപോലെ എലിജി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? എലിജി എന്ന് പറഞ്ഞാൽ ELGY, എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാപകാവ്യം എന്നുണ്ട്. ഒരാളുടെ ദുഃഖത്തിൽ, വിലാപത്തിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടത്തിൽ വിലപിച്ചു കൊണ്ടിരുന്ന കവിതകൾക്ക് പറയുന്ന പേരാണ് എലിജി എന്ന് പറയും കേട്ടോ. എലിജി. ഓക്കെ, ഇതൊക്കെയാണ് കവിതാ ഫോമുകൾ, മറക്കരുത്. അടുത്ത് നോക്കിയേ, അതുപോലെ നമ്മുടെ നേച്ചുറൽ പോയറ്റ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത് കേട്ടോ. നേച്ചർ പോയറ്റ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ പോയറ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഫാദർ ഓഫ് എസ്സേയിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിസ് ബേക്കൺ ആണ് കേട്ടോ. ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഓക്കെ, ഇതൊക്കെ ഓർമ്മയിരിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ, ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. കണ്ടല്ലോ, പുട്ട് ഔട്ട് ഉണ്ട്, പിന്നെ വെൻഡ് ഓഫ് ഉണ്ട്, പുട്ട് അക്രോസ് ഉണ്ട്,
ഗോട്ട് എവേ ഉണ്ട്. ഉത്തരം വരുന്നുണ്ടല്ലേ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വെന്റ് ഓഫ് ആണ്. അതായത് ഗോ ഓഫ്. വെന്റ് ഓഫ് മീൻസ്, വെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റ് ആണ് വെന്റ് എന്ന് പറയുന്നത്. ഗോ ഓഫ് മീൻസ് ടു എക്സ്പ്ലോഡ് എന്നാണ് കേട്ടോ. പൊട്ടിത്തെറിക്കുക, പൊട്ടിത്തെറിക്കുക, പൊട്ടിത്തെറിക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, തീ അണയ്ക്കുക. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. ഗോട്ട് അല്ലെങ്കിൽ ഗോ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയെന്നാണ് കേട്ടോ. ഗോ എവേ പോയെന്നാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഉത്തരം വരുന്നത് വെന്റ് ഓഫ് ആണ്. ഇനി പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ തോന്നുന്നില്ലേ? പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് എന്നാണ് കേട്ടോ. പുട്ട് ഇൻ മീൻസ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ നോക്കില്ലേ? പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ പുട്ട് ബൈ മീൻസ് സേവ് എന്നാണ് കേട്ടോ. പുട്ട് ബൈ മീൻസ് സേവ് ചെയ്യുക എന്നാണ്. ഇനി പുട്ട് അതേപോലെ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നാണ് കേട്ടോ. പുട്ടപ്പ് മീൻസ് ബിൽഡ് ചെയ്യുക, കെട്ടിപ്പടുക്കുക എന്നാണ് കേട്ടോ, ബിൽഡ്. എന്നാൽ പുട്ടപ്പ് വിത്ത് ആണെങ്കിൽ നോക്കില്ലേ? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ടോളറേറ്റ്, സഹിക്കുക എന്നാണ് കേട്ടോ, ടോളറേറ്റ്. അതുപോലെ കമ്മ് എബൌട്ട് എന്ന് പറഞ്ഞാൽ കം എബൌട്ട് ഹാപ്പൻ എന്നാണ് കേട്ടോ. ടു ഹാപ്പൻ, സംഭവിക്കുക, ടു ഹാപ്പൻ എന്നാണ്. കം എക്രോസ് എന്ന് പറഞ്ഞാൽ കം എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് എന്നാണ് കേട്ടോ. മീറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികവശാൽ കണ്ടുമുട്ടുക, ചാൻസ്. മീറ്റ് ബൈ ചാൻസ് എന്നാണ് കേട്ടോ. മീറ്റ് ബൈ ചാൻസ് ഓർമ്മയിലിരിക്കുക. അടുത്ത് നോക്കി, സ്വാൻ സോങ് മീൻസ് ഡാഷ് എന്നാണ് കേട്ടോ. ഒരു ഇഡിയോണ്. എ മ്യൂസിക്കൽ പെർഫോമൻസ് എന്നുണ്ട്. ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ് എന്നുണ്ട്. സോങ് ഓഫ് എ സ്വാൻ എന്നുണ്ട്. ഫസ്റ്റ് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ എ ഡിസ്മൽ എന്നാണ്. നമുക്ക് ഏത് വരുന്നൂടെ? ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ് എന്ന് കേട്ടോ. സ്വാൻ സോങ് ലാസ്റ്റ് പെർഫോമൻസ്. എന്നാൽ സെല്ലേ സോങ് മറ്റൊരു ഇഡിയോ ആണ് കിട്ടൂലേ? സെല്ല് എ സോങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാട്ട് ആരും വാങ്ങൂല, ചീപ്പ് റേറ്റ് എന്ന് ഓർത്തോ കേട്ടോ. ചീപ്പ് റേറ്റ്, സെല്ലേ സോങ് ചീപ്പ് റേറ്റ് എന്ന് കേട്ടോ. സെല്ലേ സോങ് ചീപ്പ് റേറ്റ്. എന്നാലേ ഫേസ് എ സോങ് ഉണ്ട്. അടുത്തത് ഫേസ് എ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫേസ് അൺപ്ലസന്റ് തിങ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫേസ് ചെയ്യുക. ഫേസ് അൺപ്ലസന്റ് തിങ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുക എന്നാണ്, അല്ലെങ്കിൽ കാണുക, ഫേസ് ചെയ്യുക എന്നൊക്കെയാണ്. അൺപ്ലസന്റ് തിങ് എന്നാണ് കേട്ടോ, മറക്കരുത്. സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിടിയും. എന്നാൽ എന്ത് ചെയ്യുന്നൂടെ? ഗെറ്റ് ദ ബെറ്റർ മറ്റൊരു ഇടിയാണ്. ഗെറ്റ് ദ ബെറ്റർ, നമ്മളെ ജീവിതത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണ് പോലെ? ജോലി കിട്ടുക എന്നുള്ളത്. ഗെറ്റ് ദ ബെറ്റർ മീൻസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് അർത്ഥം കിട്ടും കേട്ടോ. ഗെറ്റ് ദ ബെറ്റർ മീൻസ് വിൻ എന്നാണ്. ഗെറ്റ് ദ ബെറ്റർ മീൻസ് ടു വിൻ എന്നാണ്, മറക്കരുത്. ഗെറ്റ് ദ ബെറ്റർ വിൻ എന്നാണ്. ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഓഫ് ആൻഡ് ഓൺ മീൻസ് ഫ്രീക്വന്റ്ലി, മറ്റൊരു ഇടിയാണ്. ഓഫ് ആൻഡ് ഓൺ ഫ്രീക്വന്റ്ലി എന്നാണ് കേട്ടോ. ഫ്രീക്വന്റ്ലി, ഇടവിട്ട് എന്നാണ്. ഓഫ് ആൻഡ് ഓൺ ഫ്രീക്വന്റ്ലി എന്നാണ്. എന്നാൽ ഓഫ് ദ ഹാൻഡ് എന്ന് പറഞ്ഞാൽ, ഓഫ് ഹാൻഡ് ജോബ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ എന്നാണ് കേട്ടോ. വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ എന്നാണ്, ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം പ്ലൂറൽ ഫോം ഓഫ് ടീ ആണ് ചോദിച്ചിരിക്കുന്നത്. ടീയുടെ പ്ലൂറൽ ഫോം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ടീയുടെ പ്ലൂറൽ ഫോം ഏതാണ്? നമുക്ക് ടീസ് എന്നാണ് കേട്ടോ. ടീസ്, നമുക്ക് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ടീയുടെ പ്ലൂറൽ ഫോം ടീസ് ആണ് കേട്ടോ. ടീസ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ടീ ആണെങ്കിൽ ടീസ് ആണ് പ്ലൂറൽ ഫോം ആയിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുറേ പ്ലൂറലും സിംഗുലാറും. എസ്സിൽ അവസാനിക്കുന്ന കുറേ സിംഗുലാറും പ്ലൂറലും ഉണ്ട്. ബോയ് പ്ലൂറൽ ഏതാണ്ടോ? ബോയ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണ്. ബോയ് പ്ലൂറല് ബോയ്സ്. എസ്സിൽ അവസാനിക്കുന്ന കുറേ വാക്ക് സ്റ്റുഡൻറ്, സ്റ്റുഡൻസ്. യു എമ്മിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ പറഞ്ഞാൽ യു എം മാറ്റി എ ഇട്ട് കൊടുക്കുക. ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയ. സാനിറ്റോറിയം, സാനിറ്റോറിയ. സിംബോസിയം, സിംബോസിയ. റഫറണ്ടം, റഫറണ്ട. സ്റ്റേഡിയം, സ്റ്റേഡിയ. സ്ട്രാറ്റം, സ്ട്രാറ്റ. ഓവം, ഓവ. ഇങ്ങനെ പോകുന്നു വാക്കുകൾ. അതേപോലെ ഹൈഫണുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ, നടുക്ക് വരുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യ വാക്കിനോടൊപ്പം എസ് ചേർത്ത് പറയാൻ പറഞ്ഞു. ഫാദർ ഇൻ ലോ പ്ലൂറലാക്കിയുള്ള ഫാദർ ഇൻ ലോ. എങ്ങനെ പ്ലൂറലാക്കാം? ഫാദേഴ്സ് ഇൻ ലോ, മദർ ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, സൺ ഇൻ ലോ, സൺസ് ഇൻ ലോ. ഇങ്ങനെ പോകുന്നു ഉത്തരങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യം. എല്ലാവരും മാർക്കുകൾ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, താങ്ക് യു.